കാറ്റത്തെ കിളിക്കൂടിയിലെ അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി അച്ഛനോട് പറയുന്നുണ്ട്, ഇന്ന് എങ്ങോട്ടും പോവരുത്, വീട്ടിലുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, സുഭാഷേട്ടനൊരു പെണ്ണ് നോക്കിയിട്ടുണ്ട്, അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ആദ്യം അവരിവിടെ കാണട്ടെ, അതിനുശേഷം സുഭാഷേട്ടനെയും കൂട്ടിപ്പോയി നമുക്ക് പെണ്ണ് കാണാമെന്ന് പറയുകയാണ്. ഇത് അച്ഛനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അച്ഛൻ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, അല്ല അതിപ്പോഴാണ് നിങ്ങൾ എന്നോട് പറയുന്നത്, ഇതൊക്കെ മുൻകൂട്ടി എന്നോട് പറയേണ്ട കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, പറഞ്ഞിട്ടിപ്പോൾ എന്താ കാര്യം, ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ, നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇത് കേട്ട അച്ഛൻ പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയാണെങ്കിൽ അച്ഛനില്ല എന്നങ്ങ് പറഞ്ഞേക്കടാ, അതിന് നിങ്ങൾക്ക് പറ്റില്ല അല്ലേ. ഉടനെ തന്നെ നിധി പറയുന്നുണ്ട്, ഒന്ന് നിർത്താമോ, ഇന്നിവിടെ ഉണ്ടായിരിക്കണം, എങ്ങോട്ടും പോവാൻ പാടില്ല. ഉടനെ തന്നെ അച്ഛൻ പറയുന്നുണ്ട്, ഓക്കെ മാഡം, ഞാനിവിടെ തന്നെ ഉണ്ടായിരിക്കും. അത്രയല്ലേ ഉള്ളൂ, താങ്ക് യു. പിന്നെ ആരെങ്കിലും ഇവിടെ എന്നെപ്പറ്റി മര്യാദയില്ലാതെ സംസാരിച്ചാൽ ഞാൻ ആ നിമിഷം ഇവിടെ നിന്നും ഇറങ്ങിപ്പോവും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ തന്നെ ഒരു ചെയറിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ റൂമിൽ നിന്നും പുതിയ മുണ്ടും ഷർട്ടൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഉഷാറായിട്ടുണ്ടെന്ന് നികേഷ് പറയുകയാണ്. അപ്പോഴേക്കും സുധീഷിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് ഫോൺ എടുത്ത്, അതെ ഞാൻ അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം, നിങ്ങൾ വന്നോളൂ എന്ന് പറയുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം നിധിയോട് പറയുന്നുണ്ട്, നിധി അവരിവിടെ എത്താനായി, നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടനും കൂടെ ചെല്ലുകയാണ്. പെട്ടെന്ന് സുധീഷും ഹരീഷും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, നിൽക്ക് ഇത് എങ്ങോട്ടേക്കാ, ചേട്ടൻ ചെറുക്കനാണ്, അപ്പോൾ അങ്ങോട്ടേക്കൊന്നും വരാൻ പാടില്ല, ഇവിടെ തന്നെ നിന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ടേക്ക് കൂട്ടാനായിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവർ പുറത്തേക്ക് ഇറങ്ങിയതും ഒരു കാറ് വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട്. തൊട്ട് പിറകെ തന്നെ ബ്രോക്കറുമുണ്ട്. അല്പസമയം അവർ വെയിറ്റ് ചെയ്തിട്ടും കാറിൽ നിന്നും ആരും ഇറങ്ങുന്നത് കാണുന്നില്ല. സുധീഷ് പെട്ടെന്ന് ആ കാറിനടുത്തേക്ക് ചെല്ലുകയാണ്. കാറിനകത്തിരിക്കുന്നവരോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇറങ്ങുന്നില്ലേ. അപ്പോൾ അത് കേട്ട് അവർ പറയുന്നുണ്ട്, ഇല്ല സമയമായിട്ടില്ല. വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഒരു 5:15 കഴിയട്ടെ. ഉടനെ തന്നെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് പതുക്കെ ബ്രോക്കറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവരെന്താ പുറത്തേക്ക് ഇറങ്ങാത്തത്, ഇവിടെ എത്തിയിട്ടും കുറച്ച് നേരമായല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അത് അവർക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ ജാതകത്തിലും സമയത്തിലുമൊക്കെ. എന്തായാലും നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തില്ലേ, കുറച്ച് നേരം കൂടെ ക്ഷമിക്കെന്ന് സുധീഷിനോട് പറയുന്നുണ്ട്. സുധീഷ് പതിയെ നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നിധി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ സുധീഷ് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അവർക്ക് നേരും കാലമൊക്കെ നോക്കിയിട്ട് അകത്തേക്ക് വരാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുവാണ്. അല്പസമയം കഴിഞ്ഞതും വണ്ടിയിൽ നിന്നും 2-3 പേര് ഇറങ്ങി വരുവാണ്. ഉടനെ നിധിയും സുധീഷും ഒക്കെ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അകത്തെത്തിയതും അവരിങ്ങനെ പരസ്പരം അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. കുറേ പഴക്കമുള്ള വീടാണ് എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി അവർക്ക് വെള്ളവുമായിട്ട് വരുന്നുണ്ട്. അവർ അച്ഛനും അമ്മയും കൂടി വീട് ചെറുതാണെന്നുള്ള അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ഇതേസമയം സുഭാഷ് ഏട്ടൻ കുറച്ച് അകലെയായി ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട്. സുഭാഷിനെ കണ്ടതും ചോദിക്കുന്നുണ്ട്, ഇതാണോ ചെറുക്കൻ. അതെ എന്ന് സുധീഷ് പറയുകയാണ്. ഉടനെ തന്നെ സുഭാഷ് ഏട്ടൻ അവരോട് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അവർ തിരിച്ചും പറയുവാണ്. സ്വയം അവർ പരിചയപ്പെടുത്തുന്നുണ്ട്, ഞങ്ങൾ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയുമാണ്, ഞങ്ങൾക്ക് ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ, ബികോം പഠിക്കുന്നു, ഞങ്ങൾക്ക് ജാതകത്തിൽ വളരെ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ജാതകം നോക്കി മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിൽ വിവാഹങ്ങൾ നടത്താറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ജാതകമാണ് മുഖ്യം, 2 പേരുടെയും ജാതകം പൊരുത്തമായിരുന്നാൽ ഉടനെ തന്നെ വിവാഹം നടത്താം, അതിൽ പരം ഞങ്ങൾക്ക് വേറൊന്നും നോക്കാനില്ല. പിന്നെ അടുത്തിരിക്കുന്ന ആളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ കുടുംബ ജ്യോത്സ്യനാണ്, ഇദ്ദേഹമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ജോൾസൺ, ഇത് നിങ്ങളുടെ സ്വന്തം വീടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ സുധീഷാണ് മറുപടി പറയുന്നത്, അതെ ഞങ്ങളുടെ സ്വന്തം വീടാണ്. ഉടനെ തന്നെ നിധിയും സുധീഷൊക്കെ പരസ്പരം നോക്കുവാണ്. ജോൾസൺ ചോദിക്കുന്നുണ്ട്, അല്ല ഇദ്ദേഹത്തിൻ്റെ ജാതകമൊന്ന് എടുത്തുകൊണ്ട് വരാമോ. ഉടനെ തന്നെ സുധീഷ് പറയുന്നുണ്ട്, അതിനെന്താ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ സുഭാഷ് ഏട്ടനാണെങ്കിൽ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. തനിക്ക് അങ്ങനെ ഒരു ജാതകമില്ല എന്ന് സുഭാഷ് ഏട്ടൻ അറിയാം. പക്ഷേ ഇവർ ജാതകമുണ്ടെന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോകുന്നത് കാണുമ്പോൾ സുധീഷ് പോയ വഴിയെ നോക്കിയിരിക്കുകയാണ് സുഭാഷ് ഏട്ടൻ. സുഭാഷ് ഏട്ടൻ അറിയാതെയാണ് അവർ ജാതകം എഴുതിച്ചിരിക്കുന്നത്. അങ്ങനെ സുധീഷ് ജാതകം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ജാതകം കണ്ടതും ജോൾസൺ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് പുതിയ ജാതകമാണല്ലോ, എന്തു പറ്റി
ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അത് ജാതകം കാണാതെ പോയി, അതുകൊണ്ട് പുതിയൊരു ജാതകം എഴുതിച്ചതാണ്. അപ്പോൾ ജോത്സ്യൻ ചോദിക്കുന്നുണ്ട്, ഇതെവിടെ നിന്നാണ് എഴുതിച്ചത്? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇതെവിടെ അടുത്തൊരു ജോത്സ്യനുണ്ട്, അദ്ദേഹത്തോട് എഴുതിച്ചതാണെന്ന് പറയുന്നു. പിന്നീട് ജോത്സ്യൻ വിശദമായി ആ ജാതകം പരിശോധിക്കുന്നുണ്ട്. എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. ജോത്സ്യൻ എന്ത് പറയുമെന്നുള്ളൊരു ടെൻഷനിലാണ് എല്ലാവരും നിൽക്കുന്നത്. പെട്ടെന്ന് ജോത്സ്യൻ അവരോട് പറയുന്നുണ്ട്, ഈ ജാതകം നമ്മുടെ മകളുടെ ജാതകവുമായി ഒത്തുപോകത്തില്ല. അതുപോലെ നമ്മുടെ മകളുടെ ജാതകവുമായി മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ ജാതകത്താലും ഇത് ചേരില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഹരീഷും സുധീഷും നിധിയൊക്കെ ഞെട്ടുന്നുണ്ട്. സുധീഷ് ഹരീഷിൻ്റെ പതിയെ പറയുന്നുണ്ട്, എന്താടാ ആ ജോത്സ്യൻ ചെയ്തു വെച്ചിരിക്കുന്നത്? നമുക്ക് അനുകൂലമായ ഒരു ജാതകം കുറിക്കാനല്ലേ അയാളോട് പറഞ്ഞത്, ഇതെന്താ ചെയ്തു വെച്ചിരിക്കണേന്ന് ചോദിക്കുകയാണ്. ഉടനെ ഹരീഷ് പറയുന്നുണ്ട്, അതെ, നീ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയില്ലേ, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തു വെച്ചത്. പെട്ടെന്ന് ആർക്കും ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നത്, എടാ നീ എവിടെ കൊണ്ടുപോയിട്ടാടാ ജാതകം എഴുതിച്ചത്? ഇപ്പോഴുള്ളവരെയൊന്നും വിശ്വസിക്കാനേ പറ്റത്തില്ല, എല്ലാം കമ്പ്യൂട്ടറിലല്ലേ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, എൻ്റെ മകൻ്റെ ജാതകം ഞാൻ എഴുതിച്ചതേ ഫേമസ് ആയ ഒരു ആസ്ട്രോളജിസ്റ്റ് ഉണ്ടായിരുന്നു, വെങ്കിടാതിരി, അദ്ദേഹമാണ് എൻ്റെ മകൻ്റെ ജാതകം എഴുതിയത്. ഇത് കേട്ടതും ജോത്സ്യന് ഇൻട്രസ്റ്റ് ആയി. ജോത്സ്യൻ പറഞ്ഞു, അത് പ്രശസ്തനായ ഒരു വ്യക്തിയാണല്ലോ, നിങ്ങളുടെ മകൻ്റെ ജാതകം അദ്ദേഹമാണ് എഴുതിയതെന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞു, അതെ, അന്ന് അദ്ദേഹം ജാതകം എഴുതുന്നതിന് 100 റുപ്പീസാണ് വാങ്ങിയിരുന്നത്. നിന്ന നിൽപ്പിൽ തന്നെ എൻ്റെ മകൻ്റെ ജാതകം സൂപ്പറായിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ജാതകം എഴുതിച്ചുകൊണ്ട് വന്നതാണ്. മക്കൾ എന്നോട് ചോദിച്ചു, പക്ഷേ അതെവിടെ വെച്ചു എന്ന് എനിക്ക് അന്നേരം ഓർമ്മയുണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ റൂമിലേക്ക് പോവുകയാണ്. എന്നാൽ അച്ഛൻ്റെ സംസാരമൊക്കെ കേട്ട് മക്കളാണെങ്കിൽ വിശ്വസിക്കാൻ കഴിയാതെ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അച്ഛൻ അകത്തേക്ക് പോകുന്നത് കണ്ട് സുധീഷ് പതിയെ എഴുന്നേറ്റ് നിധിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആരും കേൾക്കാതെ പതിയെ ചോദിക്കുകയാണ്, നിധി, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചതല്ലേ ഈ ജാതകത്തിൻ്റെ കാര്യം, അപ്പോൾ അറിയില്ല എന്നിങ്ങനെ നെവർ മൈൻഡാക്കി വിടുകയല്ലേ ചെയ്ത്, പിന്നെ എന്താ അദ്ദേഹം ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്കും അറിയില്ല എന്ന് നിധി പറയുന്നുണ്ട്. എന്നാൽ സുഭാഷ് ഏട്ടനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ പഴയൊരു പെട്ടിയിൽ നിന്നും സുഭാഷ് ഏട്ടൻ്റെ ജാതകം തിരഞ്ഞെടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇത് കണ്ട് നിധി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഞാനന്ന് ചോദിച്ചതല്ലേ ഞാൻ പുതിയൊരു ജാതകം എഴുതിക്കാൻ പോവുകയാണെന്ന്, എന്നിട്ടും ഇതുള്ള കാര്യം എന്താ എന്നോട് പറയാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. ഉടനെ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്നോട് ജാതകം എഴുതിക്കാൻ പോണു എന്നല്ലേ പറഞ്ഞത്, ജാതകമുണ്ടോ എന്ന് ചോദിച്ചില്ലല്ലോ. ഉടനെ തന്നെ നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ജനിച്ച സമയം ഞാൻ ചോദിച്ചതല്ലേ, അപ്പോഴെങ്കിലും പറയാമായിരുന്നില്ലേ. ഉടനെ അച്ഛൻ പറയുന്നുണ്ട്, അവൻ ജനിച്ച സമയമല്ലേ എന്നോട് ചോദിച്ചത്, അപ്പോഴും എന്നോട് ജാതകം ചോദിച്ചില്ല. ഇതൊക്കെ കേട്ടിട്ട് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. സുധീഷ് പതിയെ അച്ഛനോട് പറയുന്നുണ്ട്, അല്ല, ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, അപ്പോഴും നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഉടനെ തന്നെ അച്ഛൻ പറയുന്നുണ്ട്, അല്ല, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ജാതകം അവർക്ക് കൊടുക്കണോ? അപ്പോൾ സുധീഷ് ചിരിച്ചുകൊണ്ട് ആ ജാതകം പതിയെ അങ്ങ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ജോത്സ്യൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ ജോത്സ്യൻ പെൺകുട്ടിയുടെയും സുഭാഷ് ഏട്ടൻ്റെയും ജാതകം വെച്ച് നോക്കുകയാണ്. പെട്ടെന്ന് അയാൾ തല ഉയർത്തി എല്ലാവരെയും നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ജാതകവും നമ്മുടെ മോളുടെ ജാതകവും ഒരിക്കലും സെറ്റാവത്തില്ല, നമുക്ക് വേറെ വീട്ടിലേക്ക് പോവാം. ഇത് കേട്ട് നികേഷ് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ പറയുന്നത്, സുഭാഷ് ഏട്ടൻ്റെ ഒറിജിനൽ ജാതകമല്ലേ, അതിലും കുഴപ്പമുണ്ടോ? എനിക്ക് അറിയില്ലടാ എന്ന് ഹരീഷ് പറയുന്നുണ്ട്. പിന്നീട് പെൺകുട്ടിയുടെ അച്ഛൻ ഇവരോടായിട്ട് പറയുകയാണ്, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇദ്ദേഹം പറഞ്ഞതിനപ്പുറം ഞങ്ങളൊന്നും ചെയ്യാറില്ല. അത് കേട്ട് നിധി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു, ഫോണിലൂടെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട്, അത് മോളെ, ഞങ്ങൾ വേണമെന്ന് വെച്ചാൽ ചെയ്തതല്ല, ഇദ്ദേഹത്തിന് വീടൊക്കെ സ്ഥലവും ഒക്കെ കണ്ട് ഇതെല്ലാം ശരിയാണോ എന്ന് ഉത്തമമാണോ എന്നൊക്കെ നോക്കേണ്ടതുണ്ടായിരുന്നു. പിന്നീട് ഇതെല്ലാം പറയുന്നതും നേരിട്ട് പറയാമല്ലോ എന്ന് വിചാരിച്ചാണ്. ഉടനെ തന്നെ സുധീഷ് ജോത്സ്യനോട് ചോദിക്കുന്നുണ്ട്, അല്ല, 2 ജാതകവും പൊരുത്തപ്പെടുന്നില്ലേ? ഇത് കേട്ട് ജോത്സ്യൻ പറയുന്നുണ്ട്, ഈ ജാതകം ഞങ്ങളുടെ മകളുടെ ജാതകവുമായിട്ട് മാത്രമല്ല ഒത്തുപോവാത്തത്, ഇദ്ദേഹത്തിൻ്റെ ജാതകം പൊതുവെ ശരിയല്ല.
എന്താണ് കാര്യമെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ ജോത്സ്യൻ പറയുന്നുണ്ട്, ഈ ജാതകത്തിന് ഒരു പെൺദോഷം ഇരിക്കുന്നുണ്ട്. പെൺദോഷമോ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. അതെ, പെൺദോഷം തന്നെ. ഈ ജാതകക്കാരൻ ഇരിക്കുന്ന വീട്ടിൽ ഒരു പെൺകുട്ടി വാഴില്ല. അദ്ദേഹത്തിന് ഒരിക്കലും നടക്കില്ല ഒരു വിവാഹം. ഇതിൻ്റെ ദോഷം അദ്ദേഹം മാത്രമല്ല അനുഭവിക്കേണ്ടി വരുന്നത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള എല്ലാവരുമാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള മറ്റുള്ള ആർക്കും വിവാഹം നടക്കില്ല. പെൺകുട്ടികൾ ഈ വീട്ടിൽ വാഴില്ല. അപ്പോൾ ഇത് കേട്ട് ബ്രോക്കറും ചോദിക്കുന്നുണ്ട്, ഓ അതുകൊണ്ടായിരിക്കും ഇവന് ഒരു വിവാഹവും ശരിയാവാത്തത്. ഇത് കേട്ട് അച്ഛനും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇല്ലാത്തത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഇവൻ്റെ ജാതകത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. പെട്ടെന്ന് സുധീഷ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ദേ നിങ്ങൾ വെറുതെ ഒന്നും പറയരുത്. കണ്ടില്ലേ, എൻ്റെ വിവാഹം കഴിഞ്ഞു, ഇതെൻ്റെ ഭാര്യയാണ്, ഞങ്ങൾ സുഖത്തോടെ ഒരുമിച്ചല്ലേ ജീവിക്കുന്നത്. ഇത് കേട്ടതും നിധി അവൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. അപ്പോൾ ജോത്സ്യൻ പറയുന്നുണ്ട്, അതെ നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ ജാതകത്തിലുള്ളതാണ് പറയുന്നത്. ഈ ജാതകക്കാരൻ്റെ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് എന്നും ജീവിക്കാൻ കഴിയില്ല. ഇനിയൊരു പക്ഷേ ഇവിടെ വിവാഹം കഴിക്കാൻ പോകുന്നവരുണ്ടെങ്കിലും ഇനി വിവാഹം കഴിച്ചവരുണ്ടെങ്കിലും അവരിവിടെ വാഴണമെങ്കിൽ ഈ ജാതകക്കാരൻ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ ഞെട്ടുന്നുണ്ട്. ഒന്നും മിണ്ടാൻ കഴിയാതെ ഇരിക്കുകയാണ് എല്ലാം കേട്ടുകൊണ്ട്. വീണ്ടും ജോത്സ്യൻ പറയുന്നുണ്ട്, അതുമാത്രമല്ല ഇവിടെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും നടക്കണമെങ്കിലും നിറയെ പരിഹാരങ്ങൾ ചെയ്യാനുണ്ട്. അതും ഇദ്ദേഹം ഈ വീട്ടിലുള്ളപ്പോൾ എത്ര പരിഹാരം ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ഇതാണ് ഈ ജാതകത്തിൻ്റെ ശാപമെന്ന് ജോത്സ്യൻ തീർത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. അച്ഛനും വല്ലാതാവുകയാണ്. എന്നാൽ സുഭാഷ് ഏട്ടൻ കണ്ണും തുറിച്ച് ഒരേ ഇരുത്ത് ഇരിക്കുകയാണ്. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിതെല്ലാം പറഞ്ഞത്, അല്ലെങ്കിൽ ഒരിക്കലും ഞാനിതെല്ലാം ഒന്നും പറയത്തില്ലായിരുന്നു എന്ന് ജോത്സ്യൻ പറയുകയാണ്. പിന്നീട് അവരെല്ലാവരും പോവാനായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അച്ഛൻ അവരോട് പറയുന്നുണ്ട്, ഈ വിവാഹം നടക്കില്ല, ഞങ്ങൾ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവർ പോയതും അച്ഛൻ പറയുന്നുണ്ട്, ഇവൻ്റെ വിവാഹം നടക്കാത്തതിനുള്ള കാരണം ഇവൻ തന്നെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ജോത്സ്യൻ പറഞ്ഞപ്പോഴല്ലേ അവൻ്റെ ജാതകമാണ് കുഴപ്പമെന്ന് മനസ്സിലായത്. എടാ, ഉള്ള ജാതകം കുഴപ്പമാണ്, എന്നാൽ അവനിക്ക് പുതുതായി എഴുതിച്ച ജാതകമെങ്കിലും ഒന്ന് നന്നായി എഴുതിക്കാമായിരുന്നില്ലടാ. അതിനുള്ള കഴിവ് പോലും നിനക്ക് ഇല്ലാതായി പോയല്ലോ, എന്നിട്ട് എന്നെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. സുധീഷിന് ആകെ ദേഷ്യം വരുവാണ്. സുധീഷ് പെട്ടെന്ന് പറയുന്നുണ്ട്, അയാളെ ആ ജോത്സ്യനുണ്ടല്ലോ അതൊരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു. പിന്നീട് സുഭാഷ് ഏട്ടനെ നോക്കുകയാണ്. സുഭാഷ് ഏട്ടനാണെങ്കിൽ ആകെ സ്റ്റെക്കായതുപോലെ എങ്ങോട്ടോ നോക്കിയിരിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവർക്കും വിഷമം തോന്നുവാണ്. പെട്ടെന്ന് നിധി ഓടി വരുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം ഇരുന്ന ഇരിപ്പിൽ ഇവിടെ വെച്ച് ഇങ്ങനെ ജാതകം നോക്കുമെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ പറയില്ലായിരുന്നു. ഉടനെ സുധീഷും പറയുന്നുണ്ട്, അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട, അതൊക്കെ കളവ് പറയുന്നത് സുഭാഷ് ഏട്ടാ. പെട്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്, അയാൾ എന്തൊക്കെയാണ് പറയുന്നത്, ദേ ഏട്ടത്തി ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്. ഉടനെ സുധീഷ് പറയുന്നുണ്ട്, ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചതല്ലേ, പക്ഷേ അതിനുള്ള മറുപടി പറഞ്ഞത് നീ കേട്ടതല്ലേ ഹരീഷ്. പിന്നീട് സുധീഷ് സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട കേട്ടോ. എന്തായാലും ഇങ്ങനെയുള്ള ഒരു ഭ്രാന്തന്മാരുടെ വീട്ടിലേക്ക് സുഭാഷ് ഏട്ടൻ പോവാഞ്ഞത് നന്നായി. ഈ വിവാഹം നടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. സുധീഷ് പതിയെ ചെന്ന് സുഭാഷ് ഏട്ടൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേട്ടാ ഞങ്ങൾ ചേട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ അവൻ്റെ കൈയെടുത്ത് മാറ്റി റൂമിലേക്ക് നടന്നു പോകുന്നുണ്ട്. സുഭാഷ് ഏട്ടാ എന്ന് അവർ വിളിക്കുന്നുണ്ട്. പക്ഷേ സുഭാഷ് ഏട്ടൻ ഒരു സ്വപ്നത്തിൽ എന്ന പോലെയാണ് നടന്നു പോകുന്നത്. ഒന്നും കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത് കണ്ട് നിധിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിധി സുധീഷിനോട് പറയുന്നുണ്ട്, നമ്മൾ തെറ്റ് ചെയ്തു, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ. അവർ ഓവറായിട്ട് കാണിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ സംശയം തോന്നി. ആ കാറിൽ നിന്നും ഇറങ്ങാതെ 5:15 ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ടല്ലേ കാറിൽ ഇരുന്നിരുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അല്ല ഇവർ വീട്ടിലേക്ക് വരണമെന്ന് താല്പര്യം കാണിച്ചപ്പോഴേ നമുക്ക് ചോദിക്കണമായിരുന്നു എന്താ കാര്യമെന്ന്.